നഴ്സിംഗ് കോളേജുകളിലെ സീറ്റ് അട്ടിമറിയിൽ ഉന്നതതല അന്വേഷണം നടത്തുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറയുന്നു. മാനദണ്ഡങ്ങൾ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വീണ ജോർജ് 24നോട് പറഞ്ഞു. നഴ്സിംഗ് കോളേജുകളിൽ മെറിറ്റ് സീറ്റ് അട്ടിമറിക്കപ്പെട്ടെന്ന വാർത്ത 24 ആണ് ഇന്ന് രാവിലെ പുറത്തുകൊണ്ടുവന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്തും തത്സമയം ചേരുന്നു. ഉമേഷ്, ഗൗരവത്തോടെയാണോ ആരോഗ്യവകുപ്പ് ഇതിനെ എടുത്തിട്ടുള്ളത്? എന്താണ് വിവരം? തീർച്ചയായും ഗൗരവത്തോടെയാണ് ആരോഗ്യവകുപ്പ് ഇക്കാര്യങ്ങൾ എടുത്തിട്ടുള്ളത്. ആരോഗ്യവകുപ്പിൽ ഇന്നലെ തന്നെ ഇക്കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ആരോഗ്യമന്ത്രി അടക്കമുള്ളവർ മൗനം പാലിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഒടുവിൽ ആരോഗ്യമന്ത്രി ഇപ്പോൾ പ്രതികരിക്കാൻ തയ്യാറായിരിക്കുന്നു. മെറിറ്റ് സീറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ശക്തമായ നടപടി ഉണ്ടാകും. ഉന്നതതല അന്വേഷണം നടത്തേണ്ടി വരും. ഉന്നതതല അന്വേഷണം കാര്യങ്ങൾ യോഗത്തിൽ തീരുമാനിച്ച ശേഷം അറിയിക്കാമെന്നാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. നിലവിൽ ഉന്നതതല അന്വേഷണം തന്നെ ഇതിൽ നടത്തേണ്ടി വരും. കാരണം ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഇത്തരത്തിൽ വലിയ ഉദ്യോഗസ്ഥരാണ്. അതായത് ഒന്ന് നഴ്സിംഗ് കൗൺസിൽ പ്രസിഡന്റ് എന്ന് പറയുന്നത് DHS ആണ്. ഒപ്പം അതിലെ അംഗങ്ങൾ, ഒപ്പം മറ്റൊന്ന് ഫീസ് റെഗുലേറ്ററി കമ്മിറ്റി ഒരു അർദ്ധ ജുഡീഷ്യൽ കമ്മിറ്റിയാണ്. അതുകൊണ്ട് തന്നെ അതും ഈ സെക്രട്ടറി ലെവലെല്ലാം ഉള്ള അന്വേഷണങ്ങൾ ഇതിന് വേണ്ടി വരും. ഒപ്പം DMEയുടെ ഭാഗത്തുനിന്നും അന്വേഷണം നടക്കേണ്ടി വരും. ഈ രീതിയിലുള്ള ഉന്നതതല അന്വേഷണം ഇതിൽ നടക്കേണ്ടതുണ്ട്. എന്തായാലും മേഴ്സി കോളേജ്, കൊട്ടാരക്കര വാളകം മേഴ്സി കോളേജിന് അഡ്മിഷൻ അവസാനിക്കുന്നതിന് 2 ദിവസം മുൻപ് 30 സീറ്റ് അധികമായി അനുവദിക്കുന്നു. ആ 30 സീറ്റിലും മാനേജ്മെന്റ് സ്വന്തം നിലയിൽ അഡ്മിഷൻ നടത്തുന്നു എന്നുള്ള വാർത്തയാണ് നമ്മൾ ഇന്നലെ പുറത്തുവിട്ടത്. അതിൽ 15 സീറ്റ് സാധാരണക്കാരായ മെറിറ്റിൽ പഠിച്ചു വന്ന വിദ്യാർത്ഥികൾക്ക് അവകാശപ്പെട്ടതാണ്. ആ സീറ്റ് ആണ് മാനേജ്മെന്റ് സ്വന്തം നിലയിൽ അഡ്മിഷൻ നടത്തിയത്. ഒപ്പം വടശ്ശേരിക്കര ശ്രീ അയ്യപ്പ കോളേജിലെ 22 സീറ്റ് അത് നേരത്തെ തന്നെ മാനേജ്മെന്റ് അഡ്മിഷൻ നടത്താൻ പാടില്ല എന്നും പൂർണ്ണമായി LBSന് വിടണമെന്നും കാണിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയതാണ്. പക്ഷേ ഉത്തരവിനെ മറികടന്നുകൊണ്ട് ആ 22 സീറ്റും അവർ അഡ്മിഷൻ നടത്തുകയും ചെയ്തു. ഈ 2 കോളേജിലെ വിവരങ്ങളാണ് 24 പുറത്തുവിട്ടത്. എന്തായാലും ആരോഗ്യമന്ത്രി ഇതിൽ പ്രതികരിച്ചിരിക്കുന്നു. ഉമേഷ് ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ ആരോഗ്യവകുപ്പ് മന്ത്രി പ്രതികരിച്ചു ഇക്കാര്യത്തിൽ. ആ പ്രതികരണത്തിലേക്ക്. നമ്മുടെ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് മെറിറ്റ് പൂർണ്ണമായും സംരക്ഷിക്കപ്പെടണം എന്നുള്ളതാണ്. അതിൽ സർക്കാരിന് കൃത്യമായിട്ടുള്ള നിലപാടുകളുണ്ട്, മാനദണ്ഡങ്ങളുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും ഇപ്പോൾ ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും അത് സമഗ്രമായിട്ട് പരിശോധിക്കുന്നു. സമഗ്രമായിട്ട് അന്വേഷിക്കുന്നതിന് നിർദ്ദേശം നൽകുന്നതാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത്? സർക്കാർ അനുവദിച്ച സീറ്റുകളാണോ? അതോടൊപ്പം ഇതിൽ മെറിറ്റ്, ഈ പറഞ്ഞതുപോലെ മെറിറ്റ് അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ടോ? ഇക്കാര്യങ്ങളെല്ലാം പരിശോധിച്ചുകൊണ്ട് അതാണ് സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കും.